കേരളത്തിൽ ഒരു 50-60-70% ആൾക്കാരും ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ സംസാരിച്ച ആൾക്കാർ, ഫാമിലീസ് അടക്കം. അല്ല, അത് അങ്ങനെയാണ്. ഇപ്പൊ ഹെയ്റ്റ് ക്യാമ്പയിൻ ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്നത് അദ്ദേഹത്തെ കുറിച്ച് ഇപ്പൊ നിങ്ങൾ എന്ത് ഹെയ്റ്റ് ഇടാൻ പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങൾ അദ്ദേഹം ആദ്യം പ്രധാനമന്ത്രി ആകുമ്പോഴും അതിനുശേഷവും ഇവിടെ ഹെയ്റ്റ് ക്യാമ്പയിൻ മാത്രമാണ്. ഹെയ്റ്റ് ക്യാമ്പയിനെ തിരിച്ച് മാറ്റാൻ പറ്റുന്ന തരത്തിൽ മാർക്കറ്റ് ചെയ്യാവുന്ന PR എല്ലാവർക്കും. ബിഗ് ബോസിനെ സംബന്ധിച്ചോളം ആ PR പുറത്ത് പ്രവർത്തിച്ചാലും ഇല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ഒരു നറേഷൻ. ഇപ്പൊ രഘു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തുടക്കത്തിൽ വില്ലനായി കാണിക്കും. ഞാൻ ചെയ്യുന്ന നല്ലതൊന്നും അവർ കാണിച്ചു. ഇതൊക്കെ ഞാൻ പറയുന്നത് ഒരു കുറ്റമായിട്ട് ഞാൻ പറയില്ല. കാരണം 41 പേജിലെ എഗ്രിമെന്റ് ഞാൻ പുറത്തിറങ്ങിയ ശേഷം വായിച്ചു നോക്കുന്നു. അതിൽ നിങ്ങൾ എങ്ങനെ പോർട്രേറ്റ് ചെയ്യുന്നുള്ളതിനൊന്നും അവര് ഒരു ഗ്യാരണ്ടി തരുന്നില്ല. ഈ പറയുന്ന ആളുകൾ മുഴുവൻ പുറത്തു വന്ന് എന്നെ എങ്ങനെ കാണിച്ചു. ബോസ്, അതൊരു ഷോ ബിസിനസ് ഷോ ആണ്. അവർക്കൊരു സീരിയൽ പാറ്റേണിലാണ് അത് പോകേണ്ടത്. അതിൽ പ്രണയമുണ്ടാവും, അസൂയ ഉണ്ടാവും, കുശുമ്പുണ്ടാവും. ഞാൻ ചിലപ്പോൾ നിങ്ങളോട് പറയുന്ന കാര്യം ഇയാളെ കുറിച്ച് കുറ്റമായിരിക്കും. പക്ഷെ ഈ കുറ്റം ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇയാളോട് പറയും, ഞാൻ ഇയാളോട് പറഞ്ഞിട്ടുണ്ട് നീ അത് ചെയ്ത മോശമാണ്, ഈ ഏരിയ കട്ട് ചെയ്ത് കളഞ്ഞാൽ ഞാൻ ആരായി. ഇത്ര ആലോചിച്ചാൽ മതി.